സംസ്ഥാനത്ത് സ്ത്രീകൾക്കായുള്ള പ്രത്യേക വകുപ്പ് പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ നിലവിൽ വരും. പ്രത്യേക വകുപ്പിന് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി. LDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു വനിതകൾക്കായുള്ള പ്രത്യേക വകുപ്പ്. അധികാരത്തിലെത്തിയുടൻ ജിതേന്ദ്ര IAS പുതിയ വകുപ്പ് രൂപീകരണത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ നിയോഗിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ വകുപ്പ് രൂപീകരണത്തിന് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയത്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് വകുപ്പിന്റെ പ്രധാന ദൗത്യം. ഇതിനായി കൺട്രോൾ റൂമുകൾ തുറക്കുകയും ബോധവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കുകയും വേണം. പീഡനത്തിനിരയാവുന്നവരുടെ പുനരധിവാസം ഉറപ്പാക്കണം. സ്ത്രീ സൗഹാർദ്ദ പദ്ധതികളുടെ നടത്തിപ്പ് ചുമതലയും പുതിയ വകുപ്പിനാവും. നിലവിൽ സാമൂഹ്യക്ഷേമ വകുപ്പിനാണ് ഇത്തരം പദ്ധതികളുടെ ചുമതല. വനിതാ വികസന കോർപ്പറേഷൻ അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ പുതിയ വകുപ്പിന് കീഴിലായി മാറും. എന്നാൽ കുടുംബശ്രീയുടെ ചുമതല വനിതാ വകുപ്പിന് വിട്ടുനൽകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. സർക്കാരിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ പുതിയ വകുപ്പിന്റെ പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനം. വനിതാ വകുപ്പിനായി പുതിയ മന്ത്രി ഉണ്ടാവില്ലെന്നാണ് സൂചന. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ചുമതലയുള്ള KK ശൈലജയ്ക്ക് തന്നെയാകും പുതിയ വകുപ്പിന്റെയും ചുമതല നൽകുക. PG പ്രബോധ്, News 18, തിരുവനന്തപുരം.